ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 3 to 4 year old കിഡ്സിൻ്റെ ഒരു ഹൈ ആൻഡ് ലോ ഫ്ലെയർ ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ ഹൈലൈറ്റിംഗ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്കേർട്ട് പോർഷനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബലൂൺ സ്ലീവും ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഡ്രസ് ഫോമിൽ നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ബോഡി പാർട്ടിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ട് ഉള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ്. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുന്നു, പിന്നെ ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യുന്നു, നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നു, നെക്ക് ഡെപ്ത് മാർക്ക് ചെയ്യുന്നു, പിന്നെ നമുക്ക് എന്തോരം വേസ്റ്റിന് ലെങ്ത്ത് വേണമെന്നുള്ളത് മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്യുന്നു, വെയ്സ്റ്റ് സൈസ് മാർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ടുള്ളത്, നമ്മൾ ഈ ഒരു ഡ്രസ് ഫോമിൽ 2 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ബലൂൺ സ്ലീവും പിന്നെ ഒന്ന് ഹൈ ആൻഡ് ലോ ഫ്ലെയർ സ്കേർട്ട് പോർഷനുമാണ്. ആ 2 കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ബോഡി പാർട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്യുക, അതിനുശേഷം നമ്മളത് ട്രേസ് ചെയ്തെടുക്കുക. ട്രേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാക്കിൽ ട്രേസ് ചെയ്യുമ്പോൾ, അതായത് ബാക്ക് പാറ്റേൺ ട്രേസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സിബാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1 ഇഞ്ച് നീക്കി വെച്ചിട്ടാണ് പാറ്റേൺ ട്രേസ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പറയാനായിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാറ്റേൺ വെച്ച് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിൻ്റെ നെക്കും ഞാൻ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 1.5 ഇഞ്ചാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും എല്ലാം ട്രേസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബാക്കാണ് ട്രേസ് ചെയ്യുന്നത്, അതിനുശേഷം ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് പാറ്റേൺ ട്രേസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം സ്ക്വയർ നെക്കായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ എനിക്ക് തോന്നി സ്ക്വയർ നെക്കിലും ഒന്നും കൂടെ നല്ലത് സ്വീറ്റ് ഹാർട്ട് ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത നെക്കിൽ നിന്ന് താഴത്തോട്ട് ഒരു 1/4 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്ന് ഒന്ന് നമ്മുടെ സ്വീറ്റ് ഹാർട്ട് നെക്കിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ബോഡിക്ക് മാത്രമേ ഉള്ളൂ. അത് മെയിൻ ഫാബ്രിക്കിനും കോട്ടൺ ലൈനിങ്ങിനും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന് ഒന്നുകൂടെ ഭംഗി കൂട്ടാനായിട്ട് ഞാൻ ലേസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലേസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ആണല്ലോ. അത് ഞാനൊരു 1/4 ഇഞ്ച് നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് മാറ്റി മാർക്ക് ചെയ്തിട്ടാണ് ലേസ് ആഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ് താത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇച്ചിരി കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ലേസ് ഫുൾ നമുക്ക് വിസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഞാൻ ആ മെയിൻ ഫാബ്രിക്കിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ, ലൈനിങ്ങിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബലൂൺ സ്ലീവ് ആണ്. അത് ഞാൻ നമ്മുടെ സ്ലീവുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ബലൂൺ സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ബലൂൺ സ്ലീവ് ചെയ്തെടുത്തത് നമ്മൾ ബോഡി പാർട്ടിൻ്റെ സ്ലീവ് ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആം ഹോൾ വരുന്ന ആ ഒരു പോർഷൻ, കൈക്കുഴി വരുന്ന ഭാഗം, അങ്ങോട്ടേക്ക് നമ്മുടെ സ്ലീവിൻ്റെ കൈക്കുഴി വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലൈനിങ് മാറ്റിയിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് മാത്രമാണ് ആദ്യം തയ്ച്ചെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ ഉടുപ്പൊക്കെ ഇട്ട് കഴിയുമ്പം കൈയുടെ അവിടെയൊക്കെ തയ്യൽ തുമ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുത്തിക്കൊള്ളും. അപ്പോൾ ഇടുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ തയ്ക്കുന്നത്. ഇതാകുമ്പം തയ്യൽ തുമ്പ് കാണാണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഞാൻ ആ ഒരു ഭാഗത്ത് നോച്ചസ് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോഴത്തേക്ക് ഒരു മുറുക്കൽ ഉണ്ടാകത്തില്ല, ഇച്ചിരി ഒരു അയവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോച്ചസ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ലൈനിങ് തമ്മിൽ സ്റ്റിച്ച് ചെയ്യുകയാണ്. രണ്ട് ലൈനിങ്ങിൻ്റെയും ആ ഒരു ഷോൾഡർ വരുന്ന ഭാഗം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തു, അതിനുശേഷം നമ്മൾ ലൈനിങ് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം ലൈനിങ്ങിൻ്റെയും അതേപോലെ തന്നെയാണ് നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് തിരിച്ചിടുക. തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതാകുമ്പോൾ ഇടാനും നല്ല കംഫർട്ടായിരിക്കും. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് സ്ലീവ് ചെയ്യുന്നത് ആഡ് ചെയ്യാഞ്ഞത്. ഞാൻ അടുത്ത വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, അതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. ഇപ്പം നമ്മൾ ലൈനിങ് നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് തയ്ച്ചു വെച്ചൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ടാണ്. അതായത് നമ്മുടെ സ്ലീവിൻ്റെ ഹെം പോർഷൻ ഇല്ലേ, ആ ഭാഗമാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ബോഡിയുടെ സൈഡ് അടിക്കണം. അതും നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ രണ്ട് സ്ലീവിൻ്റെയും, അതായത് ഒരു സ്ലീവിൻ്റെ രണ്ട് എൻഡും തമ്മിൽ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് പിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലൈനിങ് ഒരു സൈഡിലോട്ടും മെയിൻ ക്ലോത്ത് ഓപ്പോസിറ്റ് സൈഡിലോട്ടും ആക്കി വെച്ച് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളൊന്ന് പിൻ ചെയ്തിട്ട് തയ്ച്ചെടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഉള്ളിൽ തയ്യൽ തുമ്പ് കാണാണ്ട് നല്ല വൃത്തിക്ക് ഇരിക്കും. മനസ്സിലായോ? അതായത് നമ്മൾ സ്ലീവിൻ്റെ രണ്ടറ്റവും തമ്മിൽ ചേർത്ത് പിടിക്കുക. അവിടുന്ന് നമ്മുടെ ലൈനിങ് തുണി ഒരു വശത്തോട്ടും മെയിൻ തുണി അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തോട്ടും ആക്കി വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കുക. അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് നമ്മുടെ ലൈനിങ് തുണിയും മെയിൻ തുണിയും കൂടി ചേർത്ത് വെച്ച് ചുമ്മാ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴ്ഭാഗം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് 24 ഇഞ്ചാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ടും അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ട് പോർഷനാണ് ചെയ്യുന്നത്. അതിൽ ഹൈ ഫ്ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഭാഗമാണ്, കയറിയിരിക്കുന്ന ഭാഗം. ലോ ഫ്ലെയർ എന്ന് പറയുമ്പോൾ ഫ്രോക്കിൻ്റെ പുറകിൽ വരുന്ന ഭാഗമാണ്, താന്നിരിക്കുന്ന ഭാഗം. അപ്പോൾ ഹൈ ഫ്ലെയർ കാണാനായിട്ട് നമ്മൾ ഫ്രോക്കിൻ്റെ ഷോൾഡർ തൊട്ട് മുട്ട് വരെയുള്ള ലെങ്ത് നോക്കുക. ഇവിടെ 3 to 4 ഇയർ ഓൾഡ് കിഡ്സിൻ്റെ സൈസ് ഷർട്ട് ആയതുകൊണ്ട് ഞാൻ 20 ഇഞ്ചാണ് ഇതിനെടുക്കുന്നത്. നമ്മൾ വേസ്റ്റ് ലെങ്ത് 7 ഇഞ്ചായിരുന്നു കൊടുത്തത്. അപ്പം അത് കുറയ്ക്കുമ്പോൾ ബാക്കി 13 ഇഞ്ച്, അതിനോടൊപ്പം 2 ഇഞ്ച് തയ്യൽത്തും കൂടെ ചേർത്താണ് നമുക്ക് 15 ഇഞ്ച് ഹൈ ഫ്ലെയറിന് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ലോ ഫ്ലെയർ ആകുമ്പോഴത്തേക്കും ഞാനിവിടെ ഫുൾ ലെങ്ത് ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഷോൾഡർ തൊട്ട് നമ്മുടെ ഫ്ലോർ ലെവൽ വരെയാണ്. അതൊരു 32 ഇഞ്ചുണ്ട്. അതിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് ലെങ്ത് 7 ഇഞ്ച് കുറച്ച് കഴിയുമ്പോൾ ബാക്കി നമുക്ക് 25 ഇഞ്ച് കിട്ടും. അതിനോടൊപ്പം 2 ഇഞ്ച് തയ്യൽത്തും കൂടെ ചേർത്താണ് ഞാൻ 27 ഇഞ്ച് എടുത്തേക്കുന്നത് കേട്ടോ. ചിലർ കാഫ് ലെങ്ത് വരെ ആയിരിക്കും എടുക്കുന്നത്, അതായത് മുട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി താന്നുള്ള ലെങ്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലെടുത്ത ലെങ്ത്തിൽ നിന്ന് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ ബാക്കിലോട്ട് കൂട്ടിയെടുത്താൽ മതിയാകും. ഫ്ലോർ ലെങ്ത് വരെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യുക കേട്ടോ. ഇനി ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ ഫ്രണ്ടിനും ബാക്കിനും സെപ്പറേറ്റ് ആയിട്ടാണ് പീസ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ 22ൻ്റെ നേർപകുതി എടുക്കുക. അപ്പോൾ 11 ഇഞ്ചാണ്. 11 ഇഞ്ചിൻ്റെ 3 ഇരട്ടി നമ്മൾ ഫ്രണ്ടിനും ബാക്കിനും എടുക്കുക. അതിനോടൊപ്പം തയ്യൽ തുമ്പും കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ പുറകിലത്തെ താന്നിരിക്കുന്ന ഫാബ്രിക് കട്ട് ചെയ്യുമല്ലോ ഒരു ഷേപ്പിൽ, അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ലോ ഫ്ലെയർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഞാൻ പേരാണ് കേട്ടോ പറയുന്നത്. ലോ ഫ്ലെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്ക് സൈഡാണെന്ന് ഓർത്തോളുക, ഹൈ ഫ്ലെയർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡാണെന്ന് ഓർത്തോളുക. അപ്പം നമ്മൾ ലോ ഫ്ലെയർ ഫാബ്രിക്കിന് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പൺ സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ വരും,
ഫോൾഡഡ് സൈഡ് ലെഫ്റ്റ് സൈഡിലും ആക്കിയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഹൈ ഫ്ലെയർ ഫാബ്രിക് എടുക്കുക, അതായത് ഫ്രണ്ടിലെ തുണി എടുക്കുക. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 15 ഇഞ്ചാണ്. ആ 15 ഇഞ്ച് നമ്മുടെ ലോ ഫ്ലെയർ ഫാബ്രിക്കിന്റെ ഓപ്പൺ സൈഡിൽ മാർക്ക് ചെയ്യുക. കാരണം ഈ രണ്ട് ഫാബ്രിക്കും നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ആ ഫ്രണ്ടില് അതേ ലെങ്ത് തന്നെ വേണം അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തും വരാൻ. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയറിന്റെ ഓപ്പൺ സൈഡിൽ 15 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഓപ്പൺ സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അവിടുന്ന് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇപ്പൊ മാർക്ക് ചെയ്ത ആ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഞാനൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചോളം ഒരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് തയ്ക്കേണ്ടതാണല്ലോ, ഫ്രണ്ടിലെ തുണിയും ബാക്കിലെ തുണിയും ചേർത്ത് തയ്ക്കേണ്ടത്. അപ്പൊ അവിടെ ഇച്ചിരി ഒരു തയ്യൽ തുമ്പ് വിടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഞാൻ ആ ഒരു പോർഷനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ പോയിന്റും നമ്മുടെ ഈ ലോ ഫ്ലെയർ, അതായത് പുറകിലത്തെ പാറ്റേണിന്റെ ഫോൾഡ് ചെയ്ത ഭാഗത്തോട്ട് നമ്മൾ ഇതേപോലെ കേർവ് ചെയ്തൊന്ന് വരയ്ക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അതായത് ഒരു സെമി സർക്കിളിന്റെ ഒക്കെ ഷേപ്പിൽ നമ്മളൊന്ന് കേർവ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഫോൾഡഡ് സൈഡ് ഉണ്ടല്ലോ, ലോ ഫ്ലെയർ, അതായത് പുറകിലത്തെ ഫാബ്രിക്, ആ ഫോൾഡഡ് സൈഡും ഞാൻ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബാക്കിൽ നമ്മൾ സിബാണ് പിടിപ്പിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത് കേട്ടോ. നിങ്ങളിപ്പം സിബ് പിടിപ്പിക്കുന്നില്ല എന്നാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ വേസ്റ്റ് അറ്റാച്ച് ചെയ്തില്ല, അതേപോലെ അങ്ങ് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ നടുക്കാദ്യം ഹൈ ഫ്ലെയർ വെച്ചു, അതായത് ഫ്രണ്ടിലെ തുണി വെച്ചു. അതിന്റെ 2 സൈഡിലും നമ്മൾ ലോ ഫ്ലെയറിന്റെ തുണി വെച്ചു, അതായത് ബാക്കിലെ തുണി വെച്ചു. അപ്പൊ കണ്ടോ, ഫ്രണ്ടിലെ അതേ ഹൈറ്റ് തന്നെയാണ് ബാക്ക് സൈഡിലെയും നമ്മൾ ആ 15 ഇഞ്ച് മാർക്ക് ചെയ്ത പോർഷൻ വരുന്നത്. അത് രണ്ടും കൂടി ചേർത്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം ഹൈറ്റ് അവിടെ ഇട്ടത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? സൈഡ് തമ്മിൽ അറ്റാച്ച് ചെയ്യണം, അപ്പൊ അതിന് സെയിം ഹൈറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഫ്രണ്ടും ബാക്കും ആ 2 സൈഡും നമ്മളൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതൊരു കംപ്ലീറ്റ് ഒറ്റ പീസായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് നമുക്കതൊരു ഒറ്റ പീസാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടോ. 2 ജോയിന്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ലൂസ് സ്റ്റിച്ച് ഇടുക. ലൂസ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ഗ്യാദേഴ്സ്, അതായത് ഞാനിവിടെ ഗ്യാദേഴ്സ് ആണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് പ്ലേറ്റ്സ് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഗ്യാദേഴ്സ് ഞാൻ കൈകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട വേസ്റ്റിന്റെ ലെങ്ത് എത്രയാണ്? 24 ഇഞ്ചാണ്, തയ്യൽ തുമ്പ് ഉൾപ്പെടെ അല്ലേ. ആ ഒരു 24 ഇഞ്ചിലോട്ട് ഞാൻ ചുരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് തുണിയാണ്. ലൈനിങ് ഇങ്ങനെയൊന്നുമല്ല, നമ്മൾ സാധാ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ്. കോട്ടനും എടുത്തിട്ടുണ്ട്, ക്രേപ്പും എടുത്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടി എടുക്കുക. എന്നിട്ട് അത് നമ്മൾ കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് ആക്കി തയ്ച്ചെടുക്കുക. അപ്പൊ ഹൈറ്റ് വരുന്നത് ഞാനൊരു 14 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ കൊടുത്തേക്കുന്നതായിട്ട്. പിന്നെ താഴ്ഭാഗവും കൂടെ നമ്മളൊന്ന് മടക്കിയടിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ക്രേപ്പും ചെയ്യുക. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇനി ഞാൻ നമ്മുടെ മെയിൻ തുണിയും നമ്മുടെ ക്രേപ്പിന്റെ തുണിയും കൂടെ ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു, തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമ്മൾ വേസ്റ്റിന്റെ ഭാഗം തയ്ക്കുമല്ലോ, അതൊന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പം ഞാനത് ഇതിനകത്ത് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ആദ്യം സ്കേർട്ട് പോർഷൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മുടെ ബോഡിയുടെ നല്ല വശവും സ്കേർട്ടിന്റെ നല്ല വശവും ഒരേപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ കമത്തി വെക്കുക. അതിനുശേഷം ഈ രണ്ടിൻ്റെയും വേസ്റ്റിന്റെ ആ ഭാഗം ഒന്ന് പിൻ ചെയ്തിട്ട് തയ്ച്ചെടുക്കുക. കണ്ടോ, നല്ല വശവും ഫേസ് ടു ഫേസ് ചെയ്തിരിക്കുക. എന്നിട്ട് തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി ഫ്രോക്കിനൊക്കെ തയ്ച്ച് കിട്ടത്തില്ലേ, അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ തയ്ച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം നോക്കിക്കേ, കണ്ടോ, ഇതേപോലെ നമുക്ക് തയ്യൽ തുമ്പ് കാണും. ഇങ്ങനെ വരുമ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ കുത്തിക്കൊള്ളുമല്ലോ. അപ്പം ഇങ്ങനെ കുത്തിക്കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഒരു കോട്ടൺ ലൈനിങ് പ്ലേറ്റ് ഇട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോട്ടൺ ലൈനിങ് നമ്മുടെ ഈ ടോപ്പിന്റെ പുറത്തോട്ട് വെക്കുക. കണ്ടോ, ഇതാണ് ടോപ്പ് നമ്മൾ തയ്ച്ചത് കമത്തി വെച്ചേക്കുവാണല്ലോ, അതിന് പുറത്തോട്ട് തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതായത് കോട്ടൺ ലൈനിങ്ങിന് താഴെ ആയിരിക്കണം നമ്മുടെ ബോഡി പാർട്ട് വരാനായിട്ട്.
അപ്പോൾ ഇനി അത് കമത്തി, അതായത് മറിച്ചിടുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിൽ തയ്യൽ തുമ്പ് കാണത്തില്ല. ആദ്യം നമ്മൾ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ സാധാ തയ്ക്കുന്ന പോലെ തയ്ച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പുറത്തോട്ട് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഒന്നുകൂടെ തയ്ച്ചെടുത്തു. നിങ്ങൾക്ക് ആ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനിയൊന്നുമില്ല, ജസ്റ്റ് സിബ് അറ്റാച്ച് ചെയ്യാണ്. സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. പിന്നെ നമ്മുടെ ആ ഒരു ലോ ഫ്ലെയറിൽ ബാക്കിൽ ജോയിൻറ്റ് വരുമല്ലോ, അത് നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലേ. അപ്പോൾ ആ ഒരു ജോയിൻറ്റ് അങ്ങനെ കാണുന്നത് വൃത്തികേടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ രണ്ട് ഭാഗവും മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടെ നീറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ ഞാൻ 2 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 3 to 4 ഇയർ ഓൾഡ് കിഡ്സിൻ്റെ സൈസ് ചാർട്ടാണ്. അപ്പം ഈ ഒരു ഡ്രസ്സിൻ്റെ പുറകിൽ ഞാൻ ബോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഹുക്ക് ചെയ്തിടുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.